നിർത്തുന്നത് ചില പ്രത്യേക വിഭാഗക്കാരാണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് സ്ത്രീകൾ മുന്നിലേക്ക് വരാൻ പാടില്ല. സ്ത്രീ സംവരണം ഉള്ളിടത്ത് ഭാര്യയെ മത്സരിപ്പിച്ചിട്ട് ഭർത്താവിന്റെ പടവും കോണിയും വെച്ച് പോസ്റ്റർ അടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പ്രസവിക്കാൻ പോലും സ്ത്രീ പടി കടന്ന് പുറത്തേക്ക് പോകരുത് എന്ന് തീരുമാനിച്ച് സ്വന്തം ഭാര്യയെ വീട്ടിലിട്ട് പുഴുവരിച്ച് ചാകാൻ കൊടുക്കുന്ന ചില വിഭാഗം. ഇതിവിടെ നടന്നിട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ളവര് സമ്മതിക്കോ സ്ത്രീ സംവരണം? 10 സീറ്റ് അധികം ഈ സീറ്റ് വർധനവിന്റെ ഡീലിമിറ്റേഷനോടൊപ്പം സീറ്റ് വർധനവ് എന്ന ഇന്നലത്തെ ബില്ല് പാസ്സായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നും 10 സ്ത്രീകൾക്ക് പാർലമെന്റിൽ പോയിരിക്കാമായിരുന്നു, ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കാമായിരുന്നു. 10 സ്ത്രീകൾ എന്നത് പാർലമെന്റിൽ. നിയമസഭയിലെ കൗണ്ട് 33% വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. രാജ്യസഭയിലെ കൗണ്ട് 33% വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. എത്ര സ്ത്രീകളുടെ അവസരമാണ് ഇന്നലത്തെ ബില്ല് ഒന്ന് പരാജയപ്പെടുത്തി എന്നും പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ ഇവർ കളഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഇവർക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സ്ത്രീകളെ, നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരമാണ്. നാളെ നിങ്ങൾക്ക് ഒരു MP ആകാൻ കഴിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി ആകാൻ കഴിയില്ല എന്ന് ആര് കണ്ടു? എന്താ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അതിനുള്ള അവസരം തരണ്ടേ? ഒന്ന് പരിശീലനല്ലേ പറ്റുള്ളൂ. വനിതാ ബില്ലിനെ എതിർത്തവർ സ്ത്രീകളോട് ചെയ്തത് പച്ച ദ്രോഹമാണ്. ഇന്ത്യ അതിനെ എതിർത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നിങ്ങളാണോ ഇന്ത്യ? അപ്പൊ ഇവിടെ ജീവിക്കുന്ന ഞാനടക്കമുള്ള കോടിക്കണക്കിന് സ്ത്രീകൾ ആരാണ്? ഞങ്ങളോട് നിങ്ങൾ ചെയ്ത അനീതിക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? കോൺഗ്രസ് എതിർത്ത് വോട്ട് ചെയ്തത് ഡീലിമിറ്റേഷൻ ബില്ലിനെയാണ്, അല്ലാതെ വനിതാ ബില്ലിനെ അല്ല. ഇന്നലെ വലിയ രീതിയിൽ അങ്ങനെ ഒരു ന്യായീകരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ കോൺഗ്രസ് എതിർത്ത് വോട്ട് ചെയ്തത് ഡീലിമിറ്റേഷൻ ബില്ലിനെയാണോ? ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയാൽ മാത്രമേ വനിതാ സംവരണം നടപ്പിൽ വരൂ എന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണ് ആ നിയമത്തിന്റെ പ്രത്യേകത. വനിതാ സംവരണം ചിലർക്കൊക്കെ വേണ്ട. ഈ വീഡിയോ കാണുന്നത് വനിതകളാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്ക്രോൾ ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് KSRTCയിലെ സൗജന്യ യാത്രയാണോ? അല്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരെന്ന നിലയ്ക്ക് ലഭിക്കുന്ന പെൻഷനും ആനുകൂല്യങ്ങളുമാണോ? ഫ്രീ റേഷനറി ആണോ? ഫ്രീ ഗ്യാസ് സ്റ്റവും ഗ്യാസ് സിലിണ്ടറും ആണോ? അതോ ഭരണ പങ്കാളിത്തമാണോ? പുരുഷന്മാർക്കും കാണാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഭരണ പങ്കാളിത്തമാണോ അതോ ഈ പറഞ്ഞ ഫ്രീ ബീസ് ആണോ? നിങ്ങൾക്ക് പഠനം വേണ്ട എന്നുണ്ടോ? വിദ്യാഭ്യാസം ലഭിക്കണ്ട എന്നുണ്ടോ? ഏതെങ്കിലും അടുക്കളയിൽ കടന്ന് ജീവിതം കളഞ്ഞാൽ മതി എന്നുണ്ടോ? മുന്നോട്ട് ജീവിക്കണ്ട, സ്വന്തമായി ഏണിങ്സ് വേണ്ട, ഈ ലോകത്തുള്ള ബ്യൂട്ടിഫുൾ ആയ പല കാഴ്ചകളും പല സ്ഥലങ്ങളും കാണണ്ട, രുചിയുള്ള ഭക്ഷണങ്ങളൊന്നും ആസ്വദിക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ നിങ്ങൾ നിങ്ങളിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. BJP സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണം 33% ഭരണത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ഒന്നാണ്. ഭരണത്തിൽ എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ, രാജ്യസഭയിൽ, നിയമസഭയിൽ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീ പക്ഷം എന്ന് പറഞ്ഞു വരുന്ന ഇടത് വലത് പാർട്ടികൾക്ക് കേരളത്തിൽ ഇതുവരെയും ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? യോഗ്യരായ ആരും തന്നെ ഇല്ലാഞ്ഞിട്ടാണോ? ഗൗരിയമ്മയ്ക്കൊക്കെ എന്തായിരുന്നു യോഗ്യത കുറവ്? നമ്മളത് ചർച്ച ചെയ്യണ്ട, അത് ആ പാർട്ടിക്കാർ തന്നെ ഒരുപാട് ചർച്ച ചെയ്തതാണ്, അവരുടെ യോഗ്യത കുറവ് എന്താണെന്ന്. ഇന്ന് BJPയുടെ മേൽ അവർ ആരോപിക്കുന്ന പലതും അവരിൽ തന്നെ ഉള്ളതാണെന്നുള്ളത് ആ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. എന്നാൽ BJPയിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്ത് വിജയിപ്പിച്ചത് BJP ആണ്. വർഷങ്ങളായ ഒരു സ്ത്രീ ധനമന്ത്രിയായിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങളെ വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്നു. ആ സ്ഥാനത്തിൽ നിന്നും ഒരു മാറ്റം പോലും ഇല്ല. വളരെ ക്ലിയർ ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഡൽഹി ഇന്ന് ഭരിക്കുന്നത് ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP പലയിടത്തും വലിയ വിജയം നേടിയിരുന്നു. ആ കൗൺസിലർമാരെ, മെമ്പർമാരെ എല്ലാം ഒരുമിച്ച് കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അവിടെ ഉള്ളത്. എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ മത്സരിക്കുമ്പോൾ തന്നെ 33% സ്ത്രീകൾക്ക് ആ പാർട്ടിയിൽ കൊടുത്തിട്ടാണ് അവർ മത്സരിക്കാൻ ഇറങ്ങിയത്. അവർ ചുമ്മാ വാഗൊണ്ട് നിങ്ങളോട് പറയല്ല, അവർ ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. വിജയിച്ചു വന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, വട്ടവടയിൽ നിന്നും ഞാനൊരു മെമ്പറെ കണ്ടു, ഒരു സ്ത്രീ മെമ്പർ. അവരവിടെ നിന്ന് വിജയിച്ചു വന്നതാണ്. അവരുടെ ഒരു ആത്മവിശ്വാസം കാണണം. ഈ പറയുന്ന പോലെ വലിയ ആഷ് പോഷ് മോഡൽ ലുക്കൊന്നുമല്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നിപ്പോകുന്ന വ്യക്തിത്വത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞു. അവരുടെ പാർട്ടി അതിനവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇടത് വലത് അല്ലാതെയുള്ള പാർട്ടികളിൽ നിന്നൊക്കെ എത്ര സ്ത്രീകളുടെ കണ്ണുനീര് നിങ്ങൾ കണ്ടു? വലിയ പുരോഗമന പാർട്ടിയാണെന്ന് പറയുന്ന മുസ്ലിം ലീഗിൽ നിന്ന് വരെ നിങ്ങൾ അത് കണ്ടില്ലേ? എത്ര സ്ത്രീകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എന്താണ് ഞങ്ങളുടെ യോഗ്യത? എന്തുകൊണ്ട് ഞങ്ങളെ മത്സരിപ്പിക്കുന്നില്ല? ഈ ആണുങ്ങളെ പോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിച്ചതല്ലേ, എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്ന ചോദ്യവുമായി BJPയിൽ ഈ പ്രതിഷേധം ഉണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല?
എന്തുകൊണ്ടുണ്ടായില്ല എന്ന് വെച്ചാൽ അവർ ഓൾറെഡി 33% സംവരണം നൽകി കഴിഞ്ഞു. നിലവിൽ അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീകൾക്കും അർഹമായ സ്ഥാനം നൽകി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ സീറ്റുകൾ കൂട്ടാനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നയമാണ് എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് സീറ്റുകൾ കൂട്ടുമ്പോൾ നോർത്തിൽ സീറ്റ് കൂടും, അത് പറ്റില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ തോൽപ്പിച്ചതെന്ന്. അതല്ല കാരണം. കോൺഗ്രസിനെ താങ്ങി നിർത്തുന്നത് ചില പ്രത്യേക വിഭാഗക്കാരാണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവർക്ക് സ്ത്രീകൾ മുന്നിലേക്ക് വരാൻ പാടില്ല. സ്ത്രീ സംവരണം ഉള്ളിടത്ത് ഭാര്യയെ മത്സരിപ്പിച്ചിട്ട് ഭർത്താവിന്റെ പടവും കോണിയും വെച്ച് പോസ്റ്റർ അടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പ്രസവിക്കാൻ പോലും സ്ത്രീ പടി കടന്ന് പുറത്തേക്ക് പോകരുത് എന്ന് തീരുമാനിച്ച് സ്വന്തം ഭാര്യയെ വീട്ടിലിട്ട് പുഴുവരിച്ച് ചാകാൻ കൊടുക്കുന്ന ചില വിഭാഗം. ഇതിവിടെ നടന്നിട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ളവര് സമ്മതിക്കോ സ്ത്രീ സംവരണം? ഒരു സ്ത്രീ പഠിച്ചാൽ വിവരമില്ലാത്ത ഒരു കെട്ടിയോനെ ചുമക്കേണ്ട കാര്യമില്ലെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകും. ഒരു സ്ത്രീ ഏൺ ചെയ്താൽ, സമ്പാദിച്ചാൽ പണിക്ക് പോകാത്ത ഒരു കെട്ടിയോനെ ചുമക്കേണ്ട കാര്യമില്ലെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാവും. ഒരു സ്ത്രീ മര്യാദയോടെ ജീവിക്കാൻ ശീലിച്ചാൽ, ശരിയേത് തെറ്റേത് സാമൂഹികപരമായി എങ്ങനെ ഒരു നല്ല സിറ്റിസൺ ആകണം എന്ന് ശീലിച്ചാൽ, അങ്ങനെ ഒരു ജീവിതം കണ്ടാൽ, അങ്ങനെ അല്ലാത്ത ഒരു കൊഞ്ഞാണെങ്കിൽ അവർ ചുമക്കുകയില്ല. ഈ കൊഞ്ഞാണന്മാർക്ക് ഇത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഒരു സ്ത്രീ മുന്നിലേക്ക് വരരുത് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നത്. ഇത് അവരുടെ നയമല്ലെന്നാണോ? സമസ്തയുടെ നയം കേട്ടോ. സമസ്തയുടെ ചരിത്രത്തിൽ ഇങ്ങനെ മുതിർന്ന പ്രായമായ പെൺകുട്ടികളെ പൊതു സ്റ്റേജിൽ കയറ്റിയിട്ടുള്ള പരിപാടികൾ അത് ഒഴിവാക്കിക്കൊണ്ടാണ്. അതിന് ഒരുപാട് ഗുണങ്ങൾ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങൾ ഞങ്ങളതിൽ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്തയുടെ നിലപാട് അതാണ്. ലജ്ജ മാറ്റല്ല വേണ്ടത്, ചില ലജ്ജ ആവശ്യമാണ്. അതാണ്. അപ്പൊ ആ കുട്ടിക്ക്, ലജ്ജയുള്ള കുട്ടിക്ക് സ്റ്റേജിനെ അഭിമുഖീകരിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും. അവിടെയാണ് കുട്ടീനെ പീഡിപ്പിക്കുന്നത്, കുട്ടിക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നത്. അത് വേണ്ടെന്നുള്ളതൊക്കെ അത് ഒഴിവാക്കി. കണ്ടില്ലേ, സ്ത്രീകൾക്ക് ലജ്ജയുണ്ട്, സ്ത്രീകൾക്ക് അതുണ്ട്, സ്ത്രീകൾക്ക് ഇതുണ്ട്. ഈ പറയുന്നവരിൽ എത്ര പേരുണ്ട് സ്ത്രീ? ഒരു യൂട്രസ് പോലും ഇല്ലാത്ത ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് സ്ത്രീയുടെ വികാരങ്ങളെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുക? ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ലജ്ജയുണ്ടെന്ന് ഞാൻ പറയണം, താനാണോ അത് തീരുമാനിക്കുന്നത്? നിങ്ങളൊക്കെ ആരാ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ? നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്ത്രീപക്ഷ നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്, ആണുങ്ങൾ അങ്ങോട്ട് ചെന്ന് അപ്പൊ തന്നെ കഴുമരത്തിലേറ്റും, സ്ത്രീകളെ അങ്ങ് വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കും. ഏത് സ്ത്രീക്കാണ് പീഡനമേറ്റ് മരിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ട് നീതി കിട്ടിയിട്ടുള്ളത്? ഏത് കൾപ്രിറ്റിനെയാണ് തൂക്കിക്കൊന്നേക്കുന്നത്? ആരെ ഇവിടെ ശിക്ഷിച്ചേക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു സ്ത്രീയും പറയില്ല അനീതി അനുഭവിച്ച് ഇവിടത്തെ നിയമവ്യവസ്ഥയിലേക്ക് പോലീസ് സ്റ്റേഷനിലായാലും കോടതിയിലായാലും പോകുന്ന ഒരു സ്ത്രീയും പറയില്ല, ഫേക്കായിട്ട് പോകുന്നവരല്ല, അല്ലാത്ത ഇവിടെ സ്ത്രീകൾക്കൊപ്പമാണ് നിയമമെന്ന്. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നത് പുരുഷന്മാരാ. അവരാണ് തീരുമാനിക്കുന്നത് സ്ത്രീക്ക് അത് വേണം, സ്ത്രീക്ക് ഇത് വേണ്ട, സ്ത്രീ അത് കാണിച്ചോ, സ്ത്രീ ഇത് കാണിക്കണ്ട, സ്ത്രീ അത് പഠിച്ചോ, സ്ത്രീ ഇത് പഠിക്കണ്ട, സ്ത്രീ ഇന്നാളെ കെട്ടിക്കോ, സ്ത്രീ ഇന്നാളെ കെട്ടണ്ട. സ്ത്രീക്ക് ചോയ്സ് ഇല്ല. എന്നിട്ട് ഇവര് പറയും പർദ്ദ ധരിക്കുന്നത് സ്ത്രീയുടെ ചോയ്സ് ആണ്. പല കളർ പർദ്ദയുണ്ട്, അതിൽ ഏത് വേണമെന്നുള്ളത് സ്ത്രീയുടെ ചോയ്സ്. പക്ഷെ പർദ്ദ എന്ന് പറയുന്നത് ഒരു ബേസിക് ചോയ്സ് ആണ്. ഇതിനൊക്കെ നിൽക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് വലിയൊരു തൊളയാണ് എന്ന് മാത്രമാണ് ഇവരുടെ വിചാരം. അതിന്റെ അപ്പുറത്തേക്ക് സ്ത്രീ ഒരു മനുഷ്യനാണ് എന്ന ചിന്ത ഇവർക്ക് ആർക്കുമില്ല. ഇവരുടെ വാക്ക് കേട്ടാണോ വനിതാ ബില്ലിനെ എതിർക്കാൻ നിൽക്കുന്നത് കോൺഗ്രസ്? ഇന്ത്യയിലെ സ്ത്രീകളെ നിങ്ങൾ ഇത് കാണണം. നിങ്ങൾ കുറെ നാളായില്ലേ ഇടതിനും വലതിനും മാറി മാറി കൊടി പിടിക്കുന്നു. നിങ്ങൾക്ക് കൂടി ലഭിക്കേണ്ട അവസരമാണ് ഇവരില്ലാതാക്കുന്നത്. ഇനി സീറ്റ് വർധനവില്ലെങ്കിൽ എങ്ങനെയാണ് വരിക? കേരളത്തിന് ഇനി കിട്ടാൻ പോകുന്നത് പാർലമെന്റിൽ 14 സീറ്റ്. കാരണം ഉത്തർപ്രദേശിനെ കാട്ടിയൊക്കെ ജനസംഖ്യ കുറഞ്ഞാണ് ഇരിക്കുന്നത്. 2027 സെൻസസ് കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ വന്നേ പറ്റൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കണം, അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ്. ഭരണഘടനയുടെ 82ാം അനുച്ഛേദ പ്രകാരം അത് വന്നേ തീരൂ. വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ളതിൽ നിന്ന് 33% സ്ത്രീകൾക്ക് എന്ന നിലയിലേ വരുള്ളൂ. ഇപ്പോൾ നിലവിലുള്ളത് ആരുടെ കക്ഷത്തിലാണെന്ന് നമ്മൾ ആരും പറയണ്ടല്ലോ, അതൊക്കെ കുറെ ആണുങ്ങളുടെ കക്ഷത്തിലാണ്. അവര് തീരുമാനിക്കുന്നത് പോലെ അവര് തീരുമാനിക്കുന്നിടത്ത് അവരുടെ ഡമ്മികളായ സ്ത്രീകളെ കൊണ്ടുവന്നിരുത്താനുള്ള പരിപാടിയാണ് ഇന്നലെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളോടുള്ള അനീതിയല്ലേ? നാരി ശക്തിയേക്കാൾ വലുതായതൊന്നുമില്ല ഈ ലോകത്ത് തന്നെ. ഇന്ത്യ അത് പല തവണ തെളിയിച്ച സംഗതിയാണ്. പ്രധാനമന്ത്രിയാണ് ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എന്ന് കങ്കണ പറഞ്ഞപ്പോ എല്ലാവരും കൂടി ചിരിച്ചു. ഒരു ഫെമിനിസ്റ്റിന് അതിന്റെ അർത്ഥം മനസ്സിലാവും. ഇങ്ങനെ ഇരിക്കുന്ന കുറെ മത നേതാക്കന്മാര് പെണ്ണ് അതിടണം, പെണ്ണിതിടണ്ട, പെണ്ണിന് അതുണ്ട്, പെണ്ണിന് ഇതില്ല, പെണ്ണ് അത് ചെയ്യാൻ പാടില്ല, പെണ്ണ് ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മോദിജി എന്താ പറയുന്നതെന്ന് അറിയാമോ? പെണ്ണിന് ഇഷ്ടമുള്ളത് ചേട്ടേന്നാ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് എന്തർത്ഥമാണ് നിങ്ങൾ പറയുന്നത്? ഈ പാശ്ചാത്യപരമെന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ഇന്ത്യൻ ഫാഷൻ ആണെന്നും ഇന്ത്യൻ വുമൺ എംപവർമെന്റ് ആണ് ഒരു രാജ്യത്തിന്റെ അടിത്തറ എന്നും പറയുന്ന മോദിജിക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ. അങ്ങനെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്നും അടിമകളായി ജീവിക്കാനാണ് നിങ്ങളുടെ ഒക്കെ ഒരു വിധി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറയാം, അയ്യോ എന്റെ ഏട്ടൻ അല്ലെങ്കിൽ എന്റെ ഇക്ക അല്ലെങ്കിൽ എന്റെ അച്ചായൻ
ഇങ്ങനെ പറയുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കും അങ്ങ് നല്ലതേ വരൂ. അങ്ങനെയാണ് പൊട്ട കണ്ടി കിടക്കുന്ന എല്ലാ തവളകളുടെയും വിചാരം. അതിന്റെ അപ്പുറത്തോട്ടുള്ള ലോകം കാണാത്തത് കൊണ്ടാണ്. കാണിക്കില്ല. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ത്രീയുമായിട്ട് ഉപമിച്ച്. ഈ പശുവിനെ വാങ്ങുമ്പോൾ തൊഴുത്ത് പശുവിന്റെ അനുവാദം നോക്കിയിട്ടല്ല കിട്ടുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പശുവിനെ വാങ്ങുന്നതും ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരുന്നതും ഒരുമിച്ച് പറയുന്ന, ഉപമിച്ച് പറയുന്ന, അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടുള്ളൂ. മനസ്സിലായില്ല? അതാ ഞാൻ പറഞ്ഞത്, വലിയൊരു തൊളയാണ്. അതിന്റെ അപ്പുറത്തേക്ക് വിചാരങ്ങള്, അവകാശങ്ങള് യാതൊന്നും പാടില്ല. ഞങ്ങളെ പോലുള്ള സ്ത്രീകളോടൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല ചില ആൾക്കാർ. റെസ്ട്രിക്റ്റഡ് ആണ്. എന്താണെന്നറിയാമോ? 10 മിനിറ്റ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവനെ ഒന്നും സഹിക്കില്ല. ഈ മുന്നിലേക്ക് വരണ്ട. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആണുങ്ങളടക്കം ഇത് ശരിയാണല്ലോ, അവരും എല്ലാത്തിലും പങ്കാളികളാകണ്ടേ, മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീ പുരുഷ അനുപാതത്തിലല്ലേ എന്ന് മനസ്സിലാക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് വനിതാ ബില്ല് പോലുള്ള മാറ്റങ്ങൾ. അപ്പോഴും ഈ ബാക്ക്വേർഡഡ് ആയ കടൽ കിഴവന്മാർ ഇതിനെ പിറകിലേക്ക് വലിച്ച് നമുക്കുള്ള അവസരമാണ് ഇല്ലാതാക്കി കളയുന്നത്. നിങ്ങൾ ഇവരോട് ക്ഷമിക്കുമോ? ഇനിയുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഇവർക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക സ്ത്രീകളെ, നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരമാണ്. നാളെ നിങ്ങൾക്ക് ഒരു MP ആകാൻ കഴിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി ആകാൻ കഴിയില്ല എന്ന് ആര് കണ്ടു? എന്താ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അതിനുള്ള അവസരം തരണ്ടേ? ഒന്ന് പരീക്ഷാലല്ലേ പറ്റുള്ളൂ. അഖിലേഷ് യാദവിനെ പോലുള്ളവർ ഇറങ്ങിയിരിക്കുന്നത് ഈ 33% മുസ്ലിങ്ങൾക്ക് ഒരു സംവരണം ഉണ്ടാക്കിയാൽ എന്താ എന്നും പറഞ്ഞോട്ടാ. മനസ്സിലായില്ലേ? ഇവരുടെയൊക്കെ പോക്കെങ്ങോട്ടാ പോണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ വിശദീകരിക്കാൻ ഒന്നുമില്ല. ഞാൻ പറയുന്നത് മുസ്ലിമോ ഹിന്ദുവോ സിഖുകാരോ ആരെങ്കിലും ആയിക്കോട്ടെ, സ്ത്രീകൾ വരണം. സ്ത്രീകൾ വന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ നടപടി ഉണ്ടാവുള്ളൂ. കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്നത്, അത് വേദനയായാലും സന്തോഷമായാലും ബാക്കി എന്തായാലും ഒരു സ്ത്രീക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അച്ചട്ടാണ്. ഞാൻ എഴുതി തന്നെ പറയാം, ഒരാണ് അനുഭവിക്കുന്നത് ഞങ്ങൾക്കും അറിയാൻ കഴിയില്ല. അറിയാമെന്നോ അവകാശവാദവുമായിട്ട് ഞങ്ങൾ വരുന്നില്ല. ആ ഒരു മാന്യത തിരിച്ചു കാണിക്കാം. വനിതാ ബില്ലിനെ എതിർത്തവർ സ്ത്രീകളോട് ചെയ്തത് പച്ചദ്രോഹമാണ്. ഇന്ത്യ അതിനെ എതിർത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നിങ്ങളാണോ ഇന്ത്യ? അപ്പൊ ഇവിടെ ജീവിക്കുന്ന ഞാനടക്കമുള്ള കോടിക്കണക്കിന് സ്ത്രീകൾ ആരാണ്? ഞങ്ങളോട് നിങ്ങൾ ചെയ്ത അനീതിക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. തുടർന്ന് കാണുക പോളി ന്യൂസ്.